ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണത് നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺ നമ്പറുമേ എത്ര ജിമെയിൽ അക്കൗണ്ടുകൾ ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ ചെക്ക് ചെയ്യാം. ഇത് ചെക്ക് ചെയ്യാനായിട്ട് യാതൊരു ആപ്ലിക്കേഷനോ അങ്ങനത്തെ ഒന്നും വേണ്ട. നമ്മൾ മൊബൈൽ ഫോണിലുണ്ടാവും ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ, നിരവധി ആപ്ലിക്കേഷനുകൾ ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് എങ്ങനെയെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്താൻ പോണത്. വളരെ സിമ്പിളാണ്, വേഗം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഓക്കെ, നിങ്ങൾ ഗൂഗിളിൻ്റെ ഈ ആപ്ലിക്കേഷൻ ഉണ്ടാവും, ഇതൊന്ന് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയിട്ട് ആ മുകളിൽ പ്രൊഫൈൽ മുകളിലുള്ള അതുമ്മ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആഡ് അനന്തർ അക്കൗണ്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ ലോഡിങ് ആവും. ലോഡിങ് ആയതിനു ശേഷം ഇവിടെ എഴുതിയിട്ടുണ്ടാവും ഇമെയിൽ ഓർ ഫോൺ നമ്പർ. ഇതിന് താഴത്തായിട്ട് ഒരു ഫോർഗെറ്റ് ഇമെയിൽ എന്ന് എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. ഇമെയിൽ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഇവിടെ വേറൊന്ന് വരും, ഫൈൻഡ് യുവർ ഇമെയിൽ, എൻ്റർ യുവർ ഫോൺ നമ്പർ ഓർ റിക്കവർ ഇമെയിൽ. ഇത് റിക്കവർ ചെയ്യുന്ന സ്ഥലമാണ്. നമ്മൾ റിക്കവർ ചെയ്യുമ്പോൾ നമ്മൾ ഫോൺ നമ്പറുമേ അല്ലെങ്കിൽ ഇമെയിലുമേ നമ്മൾ എന്തെങ്കിലും അക്കൗണ്ടുകൾ ഇനിയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടെത്താൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഫോൺ നമ്പറുമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത്. നമ്മൾ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഏത് നാട്ടിലാണ് ഉള്ളത് ആ നാട്ടിലത്തെ ഫോൺ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം അതിന് കൺട്രി കോഡും കൂടി ചേർത്തിട്ട് വേണം എൻ്റർ ചെയ്യാൻ. അപ്പോൾ ഓക്കെ, നമ്മൾ ചെയ്യാൻ കൺട്രി കോഡ് എൻ്റർ ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും കാണിച്ചു തരാം. നെക്സ്റ്റ് അടിച്ച് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്യുക. നിങ്ങളെ പേര് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ, പേര്, അതായത് പേരിൻ്റെ ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും എൻ്റർ ചെയ്തിട്ട് നെക്സ്റ്റ് അടിക്കുക. ഇപ്പോൾ നെക്സ്റ്റ് അടിച്ചപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ കൺട്രി കോഡ്, ഓരോ രാജ്യത്തിൻ്റെയും കൺട്രി കോഡ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ അത് അവർ എടുക്കൂല, സ്വീകരിക്കൂല. അവരൊന്ന് വാലിഡ് ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു താഴത്തെടുത്ത് കാണിക്കും. അപ്പോൾ നിങ്ങൾ കൺട്രി കോഡ് എൻ്റർ ചെയ്താൽ അത് വർക്കൗട്ട് ആവും. നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചപ്പോൾ പിന്നെ പേര് കാണിക്കും, പിന്നെ നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു നമ്പറിലോട്ട് ഒരു OTP വരുന്നതായിരിക്കും. ഈ OTP വന്നതിന് ശേഷമേ നമുക്ക് അക്കൗണ്ടുകൾ ഉണ്ടോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാം, അവർ കാണിച്ചു തരുള്ളൂ. നെക്സ്റ്റ് അടിക്കുക, സെൻഡ് അടിക്കുക. സെൻഡ് അടിച്ച് കഴിഞ്ഞാൽ ആ നമ്പറിലോട്ട് ഒരു OTP വരും. OTP വന്ന് കഴിഞ്ഞ് എൻ്റർ ചെയ്തതിനു ശേഷം പിന്നെയും നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആ ഒരു ഫോൺ നമ്പറിന് എത്ര ജിമെയിൽ ഉണ്ടോ എന്ന് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു ജിമെയിൽ ഇപ്പോൾ നിങ്ങളെ മൊബൈൽ ഫോണിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോൺ നമ്പർ വെച്ച് വെരിഫിക്കേഷൻ ചെയ്ത ഒരു അക്കൗണ്ട് ആണെന്ന് അറിയാൻ പറ്റും. ഈ ഒരു മൊബൈൽ ഫോണിലുള്ള ജിമെയിൽ അക്കൗണ്ട് ഈ ഒരു ഫോൺ നമ്പർ വെച്ച് ഉണ്ടാക്കിയതാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ